CAA പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും റാലിയും സംഘടിപ്പിച്ചു. അണിയലിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കോർഡിനേറ്റർ ദീപക് ജോയ് ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട് നിലവിൽ വന്നത് 2019-ലാണെങ്കിലും ഇത് ഇത്ര തിടുക്കപ്പെട്ട് ഇലക്ഷന് മുന്നായി ഈ അമെൻഡ്മെന്റ് ആക്ട് നടപ്പാക്കിയ BJP-യുടെയും സംഘപരിവാറിന്റെയും ഉദ്ദേശം കേവലം ഈ രാഷ്ട്രീയ നേട്ടം മാത്രമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്തെന്നാൽ ഈ അമെൻഡ്മെന്റ് ആക്ട് 2019-ൽ നടപ്പാക്കിയതിനു ശേഷം ഏകദേശം 6 മാസമാണ് ഇത് നിയമമായി ഇറങ്ങാൻ ആവശ്യമുള്ളത്. ഇത് 9 തവണയാണ് ഈ ഗവൺമെന്റ് നീട്ടിവെച്ചത്. ആ 9 തവണയ്ക്ക് ശേഷം ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നായി ഈ അമെൻഡ്മെന്റ് ആക്ട് നടപ്പാക്കുന്ന ഈ നടപടി കേവലം രാഷ്ട്രീയമാണ്. അത് ഏതൊരു സമുദായത്തെയും ഒരു ശത്രുപക്ഷത്തിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാനുള്ള ഈ കുതന്ത്രവുമായാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിയമം കരിനിയമത്തിനെതിരായി ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ തന്നെയാണ് ആദ്യമേ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ നിയമത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് UDF ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ VK ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുനമ്പം സന്തോഷ്, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്, RSP നേതാവ് AA അജിത് കുമാർ, JSS ജില്ലാ പ്രസിഡന്റ് VK സുനിൽകുമാർ, CMP സംസ്ഥാന കൌൺസിൽ അംഗം റിനീഷ് കുമാർ, AG സഹദേവൻ, AP ആന്റണി, TG വിജയൻ, PJ ജസ്റ്റിൻ, KH നൌഷാദ്, MM പ്രമുഖൻ, വിൽസൺ, NR ഗിരീശൻ, VA സഗീർ, വിശാഖ്, അശ്വിൻ, സിനോജ് കുമാർ, KM പ്രസൂൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അണിയൽ ബസാറിൽ നിന്ന് ആരംഭിച്ച ചാത്തങ്ങാട് ബസാറിൽ അവസാനിച്ച പ്രതിഷേധ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഭാരതമെന്ന രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് ഭരണഘടനയെ സംരക്ഷിക്കുക, മതേതരത്വം നിലനിർത്തുക, വികസനവാദ പ്രളയത്തെ മതേതരത്വം മുൻനിർത്തി എന്ന മുദ്രാവാക്യവുമായി പോയിട്ട്